എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വഖഫ് അമെൻമെൻറ്റ് ബിൽ ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഒരു നിയമത്തിലേക്ക് വന്നു. അങ്ങനെ പഴയ വഖഫ് നിയമത്തിന് ഇപ്പോൾ ഒരു കൂടുതൽ എഫക്റ്റ് ഇല്ല. അതൊരു ഡ്രാഗണിക് നിയമമായിരുന്നല്ലോ. ആർക്ക് വേണേൽ ഏത് സമയത്തും വഖഫിൻ്റെ ബോർഡ് വെച്ചാൽ അവൻ പിന്നെ അതിന് പുറകെ ആൾക്കാർ നമ്മുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കണം. അല്ലാണ്ട് നമുക്ക് കോടതി പോയിട്ടും നമുക്കൊരു റിലീഫ് കിട്ടാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ബില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുൻപത്തെ പാവപ്പെട്ട കുടുംബങ്ങൾ 600 ചില്ലാൻ കുടുംബങ്ങളാണ്, എല്ലാം മെജോറിറ്റി ക്രിസ്ത്യൻസാണ്, ഇൻക്ലൂഡിങ് ഒരു പള്ളിയും അതിലുണ്ട്. വഖഫ് കയ്യേറി അത് എടുത്തേക്കുവാണ്. അതിപ്പോൾ അവർ പാവങ്ങൾ വഴിയാധാരമാവേണ്ട അവസ്ഥയായിരുന്നു. ഈ ബില്ല് പാസ്സായി നിർത്തും അവർക്ക് വലിയൊരു പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും പോണില്ല. ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അതിൽ ഇനിയും പല കാര്യങ്ങളും നടക്കാൻ കിടക്കുന്നു. എനിക്കിതിൽ പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ദേവാലയങ്ങളും ഈ കാര്യത്തിലെല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് മുൻപത്തെ മാത്രമേ പ്രശ്നമല്ല, ഇത് പല സ്ഥലത്തും അങ്ങനെ നമ്മുടെ പള്ളിയിലെയും നമ്മുടെ സഭയുടെ ഭൂമി കയ്യേറിയിട്ടേക്കുമാണ് ഈ വഖഫ് നിയമം ദുരുപയോഗം ചെയ്ത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നിയമം അമെൻമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം, ഈ ബില്ലൊന്ന് പാസ്സാക്കാനായിട്ട്. നമ്മുടെ KCBC ആരോട് പറഞ്ഞു? നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ 18 MP-മാരോട്. 2 MP-മാർ LDF. അത് പിന്നെ അവർ ലെഫ്റ്റ് സൈക്കോസാണ്. അവർക്ക് പോലും അറിയില്ല അവരെന്നാ ചെയ്യണം. അവർ സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? അവർ തുലാഭാരം നടത്തി. നമുക്ക് എന്താ വേണ്ടേ? ഈ സൈഡ് 23% ക്രിസ്ത്യൻസ്. ആ ക്രിസ്ത്യൻസിൽ എല്ലാം സഭയായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കുക, തമ്മിൽ അടിയായിട്ട്. ഓർത്തഡോക്സ് കൂടെ ഉണ്ടെങ്കിൽ യാക്കോബ് കൂടെ ഉണ്ടാവില്ല, യാക്കോബ് ഓർത്തഡോക്സ് കൂടെ ഉണ്ടെങ്കിൽ കാത്തലിക്സ് കൂടെ ഉണ്ടാവില്ല. അതിൻ്റെ ആർക്കാ വോട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതെല്ലാം വോട്ട് നമുക്ക് കിട്ടണമെന്ന് ഒരു ഷ്യൂരിറ്റി ഇല്ല. ഈ സൈഡ് ആരാ? ഈ സൈഡ് 28% മുസ്ലിം ആണെങ്കിൽ അതിൽ അവരും വഹാബികളും സുന്നികളും ജിഹാദികളും തീവ്രവാദികളും അങ്ങനെ പലതായിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പോലും കാര്യങ്ങൾക്ക് അടുക്കുമ്പോൾ അവരെല്ലാം ഒന്നാവും. അപ്പം അതൊരു കോൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കാണ്, 28%. അപ്പോൾ നമുക്ക് ലാഭമല്ല കൂടുതൽ കിട്ടണേ. ഈ ക്രിസ്ത്യാനികൾ കൂടി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തായി? അവർ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതിന് നമുക്കെന്ത് പറഞ്ഞു മനസ്സിലാവും? നമുക്കെന്ത് മനസ്സിലായതുണ്ട്? ഇവർ നമ്മൾ യൂസ് ചെയ്യാണ്. ഇതൊന്നുമല്ല. ഹിന്ദുസും മെജോറിറ്റിയുടെ അഗെയിൻസ്റ്റ് നമ്മളെ നിർത്തി, അയ്യോ നിങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കണു, ഞങ്ങളെ പള്ളി നോക്കൂ, നിങ്ങളുടെ കുടുംബത്തെ നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് നമ്മുടെ വോട്ട് മേടിക്കും. പക്ഷേ മൈനോറിറ്റീസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്പ്ലിറ്റ് വന്നാൽ അവർ ഇപ്പോഴും നിൽക്കുന്നത് മേജർ കോൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് മൈനോറിറ്റിയുടെ കൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ ആയിരിക്കും, നമ്മുടെ കൂടെയല്ല. ഇനിയും നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു ചോക്ലേറ്റ് ഐസ്ക്രീം പോലെ. ഐസ്ക്രീമത്തിൽ ഷുഗറും ചോക്ലേറ്റും മിക്സ് ആക്കി ഒരു ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രീസറിൽ ഉറക്കാൻ വെക്കൂലേ, അങ്ങനെ നെഹ്റു 1950s സമയത്ത് എങ്ങാണ്ട് ഉറക്കാൻ വെച്ച ഐസ്ക്രീമാണ് ഈ മൈനോറിറ്റി വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കിൻ്റെ ടിപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ ക്രിസ്ത്യാനികൾ. യഥാർത്ഥ ഐസ്ക്രീം നമ്മളല്ല. അപ്പോൾ ആ ഉറച്ച ഐസ്ക്രീമാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ്സുകാർ നക്കിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവരെ നക്കുമ്പോൾ ആ ടിപ്പും ചെറിയ നക്കി പോവും. അപ്പം നമ്മളോർക്ക് നമ്മുടെ കൂടെ ആണ്, നമ്മളെ നക്കണ്ടാവില്ല. നമ്മുടെ നക്കുമല്ല, യഥാർത്ഥ നക്കണം അവരെയാ, നമ്മുടെ അല്ല. നമ്മൾ പൊട്ടം കളിപ്പിക്കുക. ഇന്നെങ്കിലും മനസ്സിലാക്കുക, ഇന്നെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക, ഇത് തീർന്നിട്ടില്ല. ഇവർ ഇനിയും വരും. ഇവർ ഇലക്ഷൻ സമയത്ത് തിരിച്ചു വരും. മതേതരം ഡെമോക്രസി, ന്യൂനപക്ഷ സംരക്ഷണം, മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പല അടവുകൊണ്ട് വരും. കാരണം ഇവർക്ക് സാധനമില്ല കോൺഗ്രസ്സിന്. ഒരു സാധനമാണ് ഈ കോൺഗ്രസ്. അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് കേരളത്തിൽ ഇടാൻ വേണ്ടേ, കേരളത്തിലെ മനുഷ്യരുടെ താല്പര്യം എന്താണ്, അതായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ഇനിയും വരും. ഞാൻ പറയണില്ല നിങ്ങൾ മുൻപത്തെ ആൾക്കാർ ഇതിൻ്റെ റിയാക്ട് ചെയ്തിട്ട് BJP കയറിപ്പോയി. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും BJPയിൽ പോകണതോ കോൺഗ്രസ്സിൽ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ താല്പര്യം ആരെ സംരക്ഷിക്കണോ, നമ്മുടെ റൈറ്റ്സിന് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യണോ, നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. നമ്മൾ ആരെ പറ്റിക്കണോ വഞ്ചിക്കണോ അവരുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് നമ്മൾ വഞ്ചിക്കപ്പെടുവാണ് കഴിഞ്ഞ 80 വർഷമായിട്ട് പോലും. പക്ഷേ നമ്മുടെ നെഹ്റുവിയൻ സൈക്കോസ് ആണല്ലോ, നെഹ്റുവിയൻ വാക്സിൻ കുത്തിക്കയറ്റുകയല്ലേ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്. നെഹ്റു കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. അവരുടെ വീട്ടിൽ നിന്ന് കഴുതേനെ നമ്മുടെ ഇലക്ഷനിൽ നിർത്തി അവനെയും ജയിപ്പിക്കണം. അതാണല്ലോ അവിടെ നിന്ന് വടക്കേൻ്റെ നിന്ന് കൂടി വന്ന് ഇവിടെ നിന്നേക്കണേ. എന്തായാലും ശരി. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, കേരള ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ സഭകൾക്കും ക്രിസ്തീയ ബിഷപ്പ് KCBC എല്ലാവർക്കും, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ഈ നട്ടിലത്തെ നാറുകളാണല്ലോ കോൺഗ്രസ്സുകാർ, ഇവർ ഒരിക്കലും അടുപ്പിക്കരുതിന്. നടു റോഡിൽ ഓടിച്ചിട്ടടിക്കണം. കാരണം ഇവർ കണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. അവരുടെ വോട്ട് ബാങ്ക് നോക്കി അവർ നടക്കുകയുള്ളൂ.
നമ്മുടെ പുറകെ ആരും ഉണ്ടാവില്ല. നമ്മളെ സംരക്ഷിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ കൂടെ ആര് നിൽക്കണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുക. അപ്നാ സാത്ത് ആപ്കാ വികാസ്, അല്ലാണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് വേണ്ട. എൻ്റെ കൂടെ നിന്നാലേ നിൻ്റെ വികസനമുള്ളൂ. നമുക്ക് ഈ നിൽക്കേണ്ട സമയമായി. ഇന്നെങ്കിലും മനസ്സിലാക്കി ഈ കോങ്കികളുടെ പുറകെ നടക്കല്, ഈ സൈക്കോസായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. മലയാളി ഇനിയും ചിന്തിക്കാനുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. താങ്ക് യു.